ഇതുവരെ ആരും മരിച്ചിട്ടില്ലാത്തത് ഭാഗ്യമാണ്. കാരണം ഇതുവരെ ആർക്കും പരിക്ക് പറ്റിയല്ലാതെ ആരും മരിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ജീവനങ്ങൾ പൊലിയുന്നത് ഇതൊക്കെ കുഴി വെട്ടി വീണാണ് ചെയ്യുന്നത്. കണ്ടിട്ടേ അതിന്റെ പടക്കുള്ളിൽ നമ്മളിട്ട് ഓടുന്നത് വാട്ടർ സപ്ലൈയുടെ ഇതാണ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവരൊക്കെ കണ്ണു തുറക്കുള്ളൂ. എങ്കിൽ പോലും പിന്നെയും അവരത് ശരിയാക്കുന്നില്ല, അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. അവിടെ വന്ന് വീണ് ലെഫ്റ്റ് സൈഡ് ഷോക്കപ്പ് സുഖമോ ധൈര്യമായി ബൈക്ക് യാത്ര വീഴുന്നുണ്ട്, മറ്റേ ആൾക്കാർ വീഴുന്നുണ്ട്, നമ്മൾ വീഴുന്നുണ്ട്, ഒരുപാട് പേര് വീഴുന്നുണ്ട്. ആരോട് പറയാം? ദൈവത്തോട് പറയാം. വാർത്തയൊക്കെ വരുമ്പോൾ കുറച്ച് മെറ്റലും എല്ലാം കൊണ്ടൊന്ന് മൂടിയിടും, വീണ്ടും അടുത്ത മഴയ്ക്ക് ഒഴിച്ചു പോകും. വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടു. നമസ്കാരം, ഇത് ആറ്റിങ്ങൽ കച്ചേരിയുടെയാണ്. ഇവിടെയുള്ള കുഴികളെക്കുറിച്ച് ഞങ്ങൾ പല പ്രാവശ്യം വാർത്തയാണ്. വാർത്തയൊക്കെ വരുമ്പോൾ കുറച്ച് മെറ്റലും എല്ലാം കൊണ്ടൊന്ന് മൂടിയിടും, വീണ്ടും അടുത്ത മഴയ്ക്ക് ഒഴിച്ചു പോകും. വീണ്ടും അപകടങ്ങൾ നിത്യസംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിൽ ഒരാളുടെ കാറിൻ്റെ ഷോക്കപ്സ് ഒടിഞ്ഞു പോയി. തലേദിവസം 2 പേർ ബൈക്കിൽ വന്ന ആ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റു. ഇങ്ങനെ ഈ കുഴി കാരണം ഇവിടെയും അപ്പുറത്തുണ്ടല്ലോ, ആ കുഴി അപ്പുറത്തുണ്ടല്ലേ, ഈ 2 കുഴികളുണ്ട്. ഈ കുഴികൾ ഇത് മെയിൻ റോഡാണ്, മെയിൻ പാതയാണ് ഇവിടുത്തെ. ഒരുപാട് വാഹനങ്ങൾ എപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഗതാഗതം എപ്പോഴും പ്രശ്നമുള്ള ഏരിയ കൂടിയാണ്. അവിടെയാണ് ഈ ഒരു അലംഭാവം ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് കാണിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടുപോകുന്നത്. മിക്ക ആക്സിഡന്റ് നടക്കാത്ത ഒരു ദിവസവും ഇല്ലെന്ന്. ഒരു ദിവസവും ഇല്ല, ആക്സിഡന്റ് നടക്കാത്ത ഒരു ദിവസവും ഇല്ല. കൊല്ലങ്ങളായി ഇവിടെ ഈ കുഴി ഉണ്ടായി. ഇതുവരെ അവർ ഒന്നും ചെയ്തു. ചിലപ്പോൾ കാണാനില്ല, മണ്ണ് കൊണ്ടിട്ടാണ് എന്തെങ്കിലും കൊണ്ടിട്ട് പിന്നെയും കുഴിയാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്കല്ലേ ഏറ്റവും വലിയ വിഷയം. നമ്മൾ പോയ വണ്ടി വരുമ്പോഴത്തേനും ഓരോരുത്തരെ അത് കണ്ടിട്ട് ഒഴിച്ചെടുക്കും, അപ്പോഴത്തെ ആക്സിഡന്റ് ഉണ്ടാവും. സൈഡിൽ വന്ന് വണ്ടി ഇടിക്കും. ഇതാണ് അവസ്ഥ. കണ്ടിട്ടേ അതിന്റെ പടക്കുള്ളിൽ നമ്മളിട്ട് ഓടുന്നത്. നമ്മളെന്ത് പറയാം? വണ്ടിയുടെ കുഴപ്പം മാത്രമല്ല, ഒരുപാട് ബൈക്ക് യാത്രക്കാർ വീഴുന്നുണ്ട്. ബൈക്ക് യാത്ര വീഴുന്നുണ്ട്, മറ്റേ ആൾക്കാർ വീഴുന്നുണ്ട്, നമ്മൾ വീഴുന്നുണ്ട്, ഒരുപാട് പേര് വീഴുന്നുണ്ട്. ആരോട് പറയാം? ദൈവത്തോട് പറയാം. അല്ല പിന്നെ ആരോടാ? അണ്ണന്റെ വണ്ടിയിലെ ഷോക്കപ്സറല്ലേ ഒടിഞ്ഞത്? അത് പോയി. അത് ഇപ്പോഴല്ല, ഇതിന്റെ മുമ്പ് ഇത് മാരകമായിട്ടുള്ള 2 കുഴികളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കാറ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് സിഗ്നൽ കഴിഞ്ഞ് നല്ല ഫാസ്റ്റായിട്ടാണ് എടുത്തത്. ഈ കുഴി അന്ന് ഉണ്ടെന്നുള്ളത് അറിയത്തില്ലായിരുന്നു, നമ്മളെ പെട്ടെന്ന് ഓർമ്മിക്കത്തില്ല. അവിടെ വന്ന് വീണ് ലെഫ്റ്റ് സൈഡ് ഷോക്കപ്പ് സുഖമോ ധൈര്യമായി സുഖം പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഉണ്ടായി അനുഭവപ്പെട്ട് അത് ഒരു മെനിങ്ങാന്ന് 4-ാം 2 പയ്യന്മാർ രാത്രി ഇവിടെ വന്ന് ബൈക്കിൽ വന്ന് ബാലൻസ് തെറ്റി വീണു. പിന്നെ ഞാൻ സ്കൂട്ടിയിൽ വന്നപ്പോഴും ഇതേ അതിൽ വീണിട്ട് ആ ബാലൻസ് തെറ്റി ഇങ്ങോട്ട് ഈ കടയുടെ ഇതിനകത്താണ് വന്നത്. അത് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരില്ല, ടാറിൻ്റെ ഒരു പാക്കറ്റാണ് കൊണ്ടുപോയിട്ടുള്ളത്. മനസ്സിലായി? അത് നിലനിൽക്കും അവിടെ. അത് തീരെയാണ്. ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് അതങ്ങ് പോകും, വണ്ടികൾ കയറി ഇറങ്ങി പോകും. അത് നല്ല രീതിയിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കൊച്ചു പിള്ളേരാണ് വീണ്ടും. ഷേക്കപ്സ് പണി എത്ര രൂപയായി? എനിക്ക് ഏകദേശം ഷേക്കപ്സ് എല്ലാം കൂടെ മാറിയപ്പോഴത്തേക്ക് അടുത്ത് ലേബർ ചാർജ് ഉൾപ്പെടെ ഒരു 12,500 രൂപ. അത്രയും കാശ് പോയി. ഈ കുടി എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ദ്വാരിക്കാനുള്ള കുടിയാണ്. ഇതെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ 2 വീലർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്താണ്ട ഒരു പ്രോബ്ലം നടന്നു. പെട്ടി മാറ്റിയിട്ട് അമ്മയും ഒരു മോനും കൂടെ പോയപ്പോഴത്തേക്ക് അമ്മ മരണപ്പെട്ടു. അതുപോലെയാണ് ഈ കുഴികളും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മാർക്കറ്റുകളിലേക്ക് തിരിയുന്ന ഒരു വയലൻ്റാണ്. അപ്പോൾ അതിന് ഈ കുഴികൾ എന്തെങ്കിലും മാർഗം ചെയ്ത് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുക, അതാണ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ നിരവധി പ്രാവശ്യം വാർത്ത ചെയ്തു, ഒരു ഉപയോഗം ഉണ്ടായില്ല. ആരോട് പറയാനായിട്ട്? അല്ലെങ്കിൽ നാട്ടുകാർ ഇറങ്ങി ചെയ്യേണ്ടി വരും. പണ്ട് ജയസൂര്യ വരെ ഇങ്ങനെ ചെയ്തതാണ്, പക്ഷേ ജയസൂര്യ കേസൂരായി. അതിനിപ്പോൾ എന്താ ചെയ്യണത്? അതിനുള്ള മാർഗങ്ങൾ മുനിസിപ്പാലിറ്റി എന്തെങ്കിലും ഒരു മാർഗങ്ങൾ ഉണ്ടാക്കുക, അതാണ് ചെയ്യേണ്ടത്. ശരിക്കും പൊതുമരാമത്ത് വകുപ്പാണ് ചെയ്യേണ്ടത്. ഇൻഫോം കൊടുക്കേണ്ടത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. അവർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നാട്ടിറങ്ങി ചെയ്യണോ? നാട്ടിറങ്ങി ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ ചെയ്യാം.
ഒരു ജീവനങ്ങൾ പൊലിയുന്നത് ഇതൊക്കെ കുഴി വെട്ടി വീണാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയോ കഴിഞ്ഞ ഞായറാഴ്ചയോ നമ്മളെല്ലാം കൂടെ പറഞ്ഞ് ഇവിടെ ആൾ കൊണ്ടിട്ടായിരുന്നു. സിമന്റ് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ഈ പുള്ളിക്കാരുടെ ചോദിച്ചു എപ്പോൾ ഇട്ട് ഇന്നിട്ടാണോ ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് പോയത്. ആ ഇട്ടേന് പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കവർ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരുന്ന് ഒരു 2 ദിവസം വേണ്ടി വന്നത്. ഇപ്പം ഇട്ടത് പോലും ഒരാഴ്ച പോലും ആയില്ല. അതാണ് വേറൊരു സ്ഥിരമായ സംഭവം മാൻഹോൾ എന്നാണ് പറയുന്നത്. ഇത് വാട്ടർ സപ്ലൈ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. വാട്ടർ സപ്ലൈ ആണോ പൊതുമരാത്തണയുള്ളത്? വാട്ടർ സപ്ലൈയുടെ ഇതാണ് എന്തോന്നാണ് നമ്മൾ അതാണ് മാൻഹോളൊക്കെ അതാണ് വരുന്നത്. അത് എത്ര ചെയ്താലും ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ചെയ്തിട്ട് വണ്ടികളൊന്നും വിടാതെ 2 ദിവസം അടച്ചിട്ടൊന്നും ഇത് കറക്റ്റാണ്. നമ്മളെ ഏകദേശം എങ്ങനെ നമ്മളത് ചെയ്യും. അതാണ് മിഷൻ്റെ ഈ പുള്ളിക്കാരുടെ ദിവസം വീണോണ്ടിരിക്കാനാണ്. ദിവസം ചോദിച്ചാൽ മതി. നമുക്ക് ചോദിക്കാം പുള്ളി ഇത് എന്നാണ് ഇട്ടത്. ഒരാഴ്ച ആയില്ല. ഒരാഴ്ച അതിൽ കൂടുതലാണ്. ഒരാഴ്ച കൂടുതലാവില്ലല്ലോ. ഇവിടെ ഈ ഇട്ടിട്ട് പോയതാണ്. ഞാൻ തന്നെ ഒരു ചേട്ടനടുത്ത് മഴ പഞ്ചായത്തിന് എപ്പോൾ ഇട്ടിട്ട് പോയപ്പോൾ 14 ദിവസമായി. ഇന്നാണ് ഇട്ടാന്ന് പറഞ്ഞില്ല. അത് അന്ന് അത് പറഞ്ഞ 15 ദിവസമായി. 15 ദിവസമൊന്നും 15 ദിവസം. 15 ദിവസത്തിൽ കൂടുതലായി. അല്ല എന്തൊക്കെയായാലും ചേച്ചി ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. എല്ലാവരും വീണ് പരിഹാരമാണ് ഇതുപോലെ വെക്കണം. ഇതുപോലെ വെച്ച് കഴിഞ്ഞാലേ പരിഹാരമാവുള്ളൂ. ഇതുപോലെ വെക്കണം എന്നാലേ ആവുള്ളൂ. അതിൻ്റെ അടിയിൽ വാഴവാണ്. അപ്പോൾ അത് സ്ലാബ് ഇടണം. അവിടെ സ്ലാബ് ഇട്ടാലേ ഞാൻ പറയില്ല. അപ്പോൾ ആരാണ്ട് ചോദിച്ചു അവിടെ ചെയ്തില്ല ഇവിടെ മാത്രമേ ചെയ്തു വേണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ തിരിച്ച് അവിടെ പോയപ്പോൾ അവിടെ ചെയ്തിട്ടുമില്ല. 2 ദിവസം മുന്നേ കൂടി തൃശ്ശൂരിൽ ഒരു അമ്മയും മകനും സഞ്ചരിച്ച ബൈക്ക് കുഴിയിൽ വീണ് മകൻ മരിച്ചായിരുന്നു. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസങ്ങളും അപകടമരണങ്ങൾ അതൊക്കെയാണ്. നമ്മളൊരു മാധ്യമപ്രവർത്തനം ഇതുപോലെ തിരുവനന്തപുരത്ത് പൈപ്പ് ലൈനിൻ്റെ അടുത്ത കുഴിയിൽ വീണ് മരിച്ചായിരുന്നു. അതൊക്കെ കുറച്ച് കാലം മുന്നാണ്. പക്ഷേ ഇവിടെയൊക്കെ ഇവിടെ ഡെയിലി ആക്സിഡൻ്റാണ്. അവിടെ വന്ന് നല്ലൊരു തിട്ട ഇടിച്ചാണ് പോകുന്നത്. ബൈക്ക് തെറിച്ചപ്പുറത്താണ് പോകുന്നത്. ഇതുവരെ ആരും മരിച്ചിട്ടില്ലാത്തൊരു ഭാഗ്യമാണ്. കാരണം ഇതുവരെ ആർക്കും പരിക്ക് പറ്റിയല്ലാതെ ആരും മരിച്ചിട്ടൊന്നുമില്ല ഇവിടെ. എങ്കിൽ പോലും ഇങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇവരൊക്കെ കണ്ണു തുറക്കുള്ളൂ. എങ്കിൽ പോലും പിന്നെയും അവരത് ശരിയാക്കുന്നില്ല, അല്ലെങ്കിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നില്ല എന്നത് ദുഃഖകരമായ വസ്തുതയാണ്. ഇതിനൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൊതുമരാമത്ത് വകുപ്പോ വാട്ടർ അതോറിറ്റി വകുപ്പോ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം, ഒരു മരണമായാലും വാഹനങ്ങൾ കേടുപെട്ടിയാലും അല്ലെങ്കിൽ പരിക്കേറ്റാലും ആ ഒരു നഷ്ടപരിഹാരം അതാത് വകുപ്പുകളിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള നിയമം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു അറുതി ഉണ്ടാവുള്ളൂ. വിശ്വാസത്തിനുവേണ്ടി ക്യാമറമാൻ ഇതിനൊപ്പം ശ്രീത്തുമാരാർ സൈനികമാണ്.